തുടരുകയാണ്. അതിനിടെ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ ആശ്വാസം പകരുന്നുണ്ടെങ്കിലും നിലയ്ക്കാത്ത ആക്രമണങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇറാനിലെ വൈദ്യുത നിലയങ്ങൾ വീണ്ടും ആക്രമണത്തിനിരയാവുകയാണ്. ഖുറാംഷദിലെ വൈദ്യുത നിലയത്തിന്റെ പൈപ്പ് ലൈൻ തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇസ്ഫഹാനിലെ പ്രകൃതിവാതക കേന്ദ്രത്തിലെ ഓഫീസിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പവർ പ്ലാന്റിലെ ആക്രമണം നിർത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണോ ആക്രമണം എന്നതിൽ വ്യക്തതയില്ല. ആക്രമണം സ്ഥിരീകരിച്ച് ഇറാൻ ഫാസ്റ്റ് ന്യൂസ് ഏജൻസി. സൗദിയിലേക്ക് ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ 4 വരെ 24 ഡ്രോണുകളാണ് എത്തിയത്. കുവൈത്തിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പ്രതിരോധിച്ചു. പൗരന്മാർ ഉടൻ ഇസ്രായേൽ വിടണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, അങ്ങനെ നിലയ്ക്കാത്ത ആക്രമണങ്ങൾ, സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അവകാശവാദം വരുമ്പോഴും ഊർജ്ജ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കുകയാണ് US എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നുള്ള പ്രസ്താവന വന്നതിന് ശേഷമാണോ ഈ ആക്രമണങ്ങൾ തുടർന്നത് എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ ഇറാൻ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജെൽസി, ഇപ്പോൾ പുറത്തുവരുന്ന ചില ആക്രമണ വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ഫഹാനിലും ഖുറം ഷഹറിലുമാണ് 2 പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ വന്ന് ബോംബിട്ടത്. ഇതിൽ ഒന്ന് പ്രകൃതിവാതക കേന്ദ്രവും അതിന്റെ ഓഫീസും, രണ്ടാമത്തേത് പവർ പ്ലാന്റുമാണ്, എന്ന് വെച്ചാൽ വൈദ്യുത നിലയവുമാണ്. വൈദ്യുത നിലയങ്ങളിൽ ആക്രമിക്കില്ല എന്നായിരുന്നു ഇന്നലെ ട്രംപ് പറഞ്ഞത്. പക്ഷേ ഈ ആക്രമണം സംബന്ധിച്ചുള്ള ഇറാന്റെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇറാനിലെ ന്യൂസ് ഏജൻസികളാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇതിനിടെ സൗദി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ കുവൈത്തിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം, ഇതെല്ലാം തുടരുന്നുണ്ട്. ഇത് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിലേക്ക് വരുമ്പോൾ ഇസ്രായേലിനകത്തും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി മിസൈലുകൾ നേരിട്ട് പതിച്ചതോടെ പൗരന്മാരോട് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയുടെ ഇസ്രായേലിനകത്തുള്ള എംബസിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ ഇന്നലെ ആക്രമണം ഉണ്ടാകില്ല എന്ന്, അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് താൽക്കാലികമായി പവർ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ല, അതോടുകൂടി ഇറാന്റെ തിരിച്ചടി ഒഴിവാകുമെന്നുള്ളൊരു പ്രതീക്ഷയ്ക്കിടെ എണ്ണവില $100 താഴേക്ക് ഇന്നലെ ഇടിഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും അത് ബൗൺസ് ബാക്ക് ചെയ്ത് $100 മുകളിലേക്ക് വീണ്ടും എണ്ണവില എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പുള്ള റിപ്പോർട്ട് പ്രകാരം ക്രൂഡ് ഓയിൽ വില $102 വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആശങ്കകളും പ്രതീക്ഷകളും ഒരേ സമയം തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ഒരു പ്രതികരണം വന്നാൽ മാത്രമാകും ഏത് നിലക്കാകും സമാധാന ചർച്ചകൾ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അത്തരമൊരു സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അനൌദ്യോഗിക വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഇറാൻ ഈ ഒരു ചർച്ചയിലേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണം, പ്രത്യേകിച്ച് നമ്മുടെ പരമോന്നത നേതാവ് അല്ലെങ്കിൽ പ്രസിഡന്റ്, അതല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി, ഇവരുടെ ഒരു പ്രതികരണം ഇതിൽ നിർണായകമാണ്. അതിനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജിൽസി, അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ്. പ്രകൃതിവാതക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം തുടരുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ചർച്ചയുടെ പ്രസക്തി എന്താകുമെന്നുള്ള ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ അഫ്താബ്, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി, ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ച സ്ഥിതിക്ക് ചർച്ചകളിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ ഒരു ചർച്ചകൾക്കുള്ള ശ്രമം, ഊർജിത ശ്രമം എന്തായാലും മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇത് സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം എന്നുള്ള നിലക്ക് സിവിലിയന്മാരെ, സാധാരണക്കാരെ എല്ലാം നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഈ യുദ്ധത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏകപക്ഷീയമായാണ് ഇസ്രായേലും US-ഉം ഇറാനുമേൽ ആക്രമണം ആരംഭിച്ചത്. ഇത് തുടക്കം മുതൽ തന്നെ ഇറാൻ പറയുന്നതാണ്, യുദ്ധം തുടങ്ങി വെച്ചത് ഞങ്ങളല്ല, നിങ്ങളാണ് യുദ്ധം തുടങ്ങി വെച്ചതെന്ന് ഇറാൻ നിരന്തരം പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ US തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് യുദ്ധത്തിൽ മേൽക്കൈ കിട്ടിയതിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇറാൻ പൂർണ്ണമായും ഇത്തരമൊരു സമാധാന ചർച്ചയിലേക്ക് പോകാതെ അത് പിൻവാങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പകരം സമാധാന ചർച്ചയിലേക്കുള്ള വഴികൾ, അതിൽ തന്നെ ഇത് വഴിമുട്ടാൻ ഇടയുള്ളത് 2 രീതിക്കാണ്. ഒന്ന്, ഇതിലുള്ള ഉപാധികളിലായിരിക്കും. പ്രത്യേകിച്ച് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അത് 5 വർഷത്തേക്കെങ്കിലും താൽക്കാലികമായി നിർത്തിവെക്കണം. മാത്രവുമല്ല യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറക്കണം. ഈ 2 നിലപാടിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം ഇതുവരെ അവർ പറഞ്ഞത് യുറേനിയം പൂർണ്ണമായും അവിടെ നിന്നും ഒഴിവാക്കണമെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു നിലപാടിൽ അവർ മയപ്പെടുത്തുന്നു എന്നുള്ളത് യുദ്ധത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ തിരിച്ചടിയുടെ ഭാഗമാണോ എന്നുള്ള വിലയിരുത്തലുകളുണ്ട്. മറുവശത്ത് US-നെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രതിഷേധം അവരുടെ രാജ്യത്തിനകത്ത് തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് 2.0 നിലനിന്നിരുന്ന 1 ലിറ്റർ പെട്രോൾ വില അവിടെ ഇപ്പോൾ $3 അടുത്തേക്ക് എത്തിയ സാഹചര്യമുണ്ട്. ഇത് ആഭ്യന്തരമായി ട്രംപിനുണ്ടാക്കുന്ന, കാരണം അവിടെ ഒരു മിഡ് ടൈം ഇലക്ഷൻ വരാനിരിക്കെ ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതാണ്. എന്ന് മാത്രമല്ല, ജനങ്ങൾ തെരുവിലേക്ക് തന്നെ US-നകത്ത് ഈ യുദ്ധത്തിനെതിരെ ഇറങ്ങിയ സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ യുദ്ധത്തിൽ ഏതെങ്കിലും നിലക്കൊരു എഡ്ജ് US-നോ ഇസ്രായേലിനോ എടുക്കണമെങ്കിൽ കരയുദ്ധത്തിലേക്ക് പോകണം. പ്രത്യേകിച്ച് ഇറാനകത്തുള്ള
ഭൂപ്രകൃതി അത്ര എളുപ്പത്തിൽ കീഴടക്കാവുന്നതല്ല. ഒന്ന്. രണ്ടാമത്തേത്, നേരത്തെ ഇറാഖിനകത്തെല്ലാം നടന്നതുപോലുള്ള ചെറിയൊരു രാജ്യമല്ല ഇറാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിന്നും തുടരെ നടന്നു. തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലും ഒക്കെ അവകാശപ്പെടുന്നത് പോലെ തന്നെ യുദ്ധലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഇരു രാജ്യങ്ങൾക്കും ഇറാനിൽ അത്ര കണ്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയിലേക്ക്, ഒരു സമാധാന ശ്രമങ്ങളിലേക്ക് പോവുകയാണ് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്കതിൽ പ്രതീക്ഷ അർപ്പിക്കാം. അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.